ആണ് വഖഫ് ബിൽ കൊണ്ടുവന്നത്. പിന്നെ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ച് തടിയൂരിയത്. പക്ഷെ ആ ലേഖനം അന്നത്തെ ലേഖനമല്ല, അത് 2021 ലേഖനമാണ്. അവർ കണക്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ്? ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. ഇവിടെ കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ സ്നേഹിതന്മാരെ. കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്മിശ്ര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും നായരും ഈഴവനും നമ്പൂതിരിയും ദളിതരും എല്ലാ സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതിയും മതങ്ങളുമുള്ള രാജ്യം. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും. അതുകൊണ്ട് ആരാക്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും. നാളെ ക്രൈസ്തവരെ ആക്രമിച്ചാലും ഹിന്ദുവിനെ ആക്രമിച്ചാലും ദളിതനെ ആക്രമിച്ചാലും പിന്നോക്കക്കാരനെ ആക്രമിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് വില കൊടുത്തുമുണ്ടാകും എന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലൂടെ പറയുന്നത്. അങ്ങനെ പോകാൻ ഇപ്പോൾ ചർച്ച എന്താണ്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് TV തുറക്കാൻ പറ്റില്ല. തുറന്ന് കുറഞ്ഞാൽ വെടിപൊട്ടുന്ന ഒച്ചയാണ്. ഈ വെടിപൊട്ടുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനെതിരായിട്ടാണ് വെടിപൊട്ടിയതെന്ന്. അല്ല, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വെടി അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും, മറ്റന്നാൾ ആക്രമിക്കും, വെറുതെ വിടില്ല, വേരോടെ പിഴുതെറിയും. ആൺകുട്ടികൾ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു. പാകിസ്ഥാൻ ഒരക്ഷരം മിണ്ടിയപ്പോൾ പാകിസ്ഥാന് ഒരു കാലത്ത് പിന്നെ കുറേ കാലത്തേക്ക് ചിന്തിക്കാൻ പോലും വക നൽകാതെ അവർക്ക് ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് ഈ പറയുന്നത്. അമേരിക്ക പോലും 5ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ അറിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അമേരിക്ക അറിയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് അതിനെ വരാൻ സമ്മതിക്കാത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ ഈ യുദ്ധമുണ്ടായപ്പോൾ ഞാനന്ന് ശ്രീനഗറിലുണ്ട് സഹോദരന്മാരെ, ഞാനന്ന് ശ്രീനഗറിലുണ്ട്. പിന്നെ ജമ്മു കാശ്മീരിലെ ചീഫ് സെക്രട്ടറി ഞങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഓടി വന്ന് എന്നോട് വന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വിവരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് പോകണം. അറിയുന്നത് ആദ്യം ഒരാൾ മരിച്ചു എന്നാണ്, പിന്നീട് അറിയുന്നത് 26 പേരോട് മരിച്ചു. നിങ്ങൾ ഓർക്കണം, 2008 മുംബൈ കലാപം